ഹലോ ഗൈസ്, എല്ലാവർക്കും ഹലോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വിഷയമായിട്ടാണ്. സംഭവം നമ്മൾ പ്രാങ്ക്സ് വീഡിയോ കാണുന്നവരായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാങ്ക്സ് വീഡിയോ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് നേരത്തെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഫ്രാൻസി ചേട്ടനും പിന്നെ സാബു ചേട്ടനൊക്കെ കൊണ്ടു കിടക്കുന്ന നമ്മുടെ ഓ മൈ ഗോഡാണ് എനിക്ക് പേഴ്സണലി നല്ല ഞാൻ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുന്ന പ്രാങ്ക്. ഇപ്പോൾ അവരങ്ങ് ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഭിനയമല്ല, അത് അവർ ഒരാൾക്ക് പണി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ അതിലങ്ങ് അഴിഞ്ഞാടുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ അവർ തമ്മിലൊക്കെ എന്തൊക്കെ ഇഷ്യൂ നടന്നിട്ട് ഇപ്പോൾ ഓ മൈ ഗോഡ് സെപ്പറേറ്റ്, ഫ്രാൻസി ചേട്ടനും അനിതയൊക്കെ ചേർന്ന് അവർ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ അവർ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചാനൽ സ്ഥിരം കാണുന്ന ആളാണ്. അവർ ലേറ്റസ്റ്റായിട്ട് ചെയ്ത ഒരു പണി കൊടുക്കുന്ന ഒരു വീഡിയോ, അല്ല അടിയും ലഹളയോ. കാരണം ഞാൻ അതിൻ്റെ ഷോർട്ട് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പെട്ടെന്ന് ഞാൻ കയറി കാണുന്നു. എൻ്റെ പൊന്നു, എന്തു അടി, പോകി അടിച്ച 1.5 വെയിറ്റ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അനിത അത് ശരിക്കറിഞ്ഞ്. അതേ കണക്ക് തന്നെ ഭാര്യയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി, മീൻസ് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഭർത്താവാണ് ഈ സംഭവം എല്ലാം സെറ്റ് ചെയ്യുന്നത്. എൻ്റെ ഭർത്താവിനെ കിട്ടി. എൻ്റെ പൊന്നാളിയ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം പൊത്തി. എൻ്റെ പൊന്നോ, കാരണം വീഡിയോ കാണോ? പണിക്കുന്ന ഞങ്ങൾക്ക് പരിചയമുണ്ട്. നീ കേക്ക് കുടിക്കും. കേക്കും വേണ്ട, ഒന്നും വേണ്ട. പിള്ളേരില്ലടാ, ആ ഒരു ചിന്ത. അത് കഴിഞ്ഞപ്പം ഹസ്ബൻഡില്ല, പുള്ളിക്കാരൻ്റെ അമ്മ വരുക. അമ്മ വന്നിട്ട് പിന്നെ ഒന്നും തിരക്കുന്നില്ല. തെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി കൊണ്ട് അഭിഷേകം ചെയ്യുക. അയ്യോ, എന്തിനു കരഞ്ഞോണ്ട് പോന്നേ? അയ്യോ, ചീത്ത ഒന്ന് വിളിക്കാതെ. നീ ആരെ കുണപ്പിക്കേണ്ട കാര്യമില്ല. നീ എനിക്കൊരു പരിചയമുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും പറയാം. അങ്ങനെ ഇപ്പോഴും പൊടിഞ്ഞോണ്ടിരിക്കുക. എന്റെ കുഞ്ഞിനെ നിങ്ങളാരും കരുന്ന പോലെയല്ല. എന്തിനു വെറുതെ അനാവശ്യം പറയണേ? എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച. ആദ്യം പുള്ളിക്കാരത്തി വന്നിട്ട് ചോദിച്ചായിരുന്നു, നിനക്ക് ഇവനെ എങ്ങനെ അറിയാം എന്നൊക്കെ. പക്ഷേ ഇവർ അതിൻ്റെ ഇടയിലേക്ക് കിടന്ന് ഉരുണ്ട് കളിക്കുക. അറിയാം, പണിക്ക് വന്നിരുന്ന്, പ്ലംബിങ് ജോലിക്ക് വന്നിരുന്ന് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി അങ്ങോട്ട് വയലൻ്റായി. എൻ്റെ അമ്മോ, വയലൻ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അടിയെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നളിയ. ഇത് കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഫ്രാൻസി ചേട്ടൻ്റെ എൻട്രിയാണ്. പുള്ളിക്കാരൻ്റെ ആ വരുന്ന ആ സ്റ്റൈല് കണ്ടോ? മൊത്തം കയ്യിൽ നിന്ന് പോയത് മനസ്സിലായി. പുള്ളിക്കാരെ വരുക വളരെ നൈസായിട്ട് വരുക. അടിയുടെ ആഘാതത്തിൽ നമ്മുടെ അനിതയുടെ ചെവിയൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട്, വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ? ചെവി അടഞ്ഞു കേട്ടോ. പുള്ളിക്കാരി ഒറ്റവട്ടമേ വന്നോളൂ അങ്ങോട്ട്. അപ്പോഴത്തേക്കാണ് ഫുള്ള് വയലൻസാണ്. അപ്പോൾ പുള്ളിക്കാരി പ്രശ്നമുണ്ടായിട്ട് പുള്ളിക്കാരി അകത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ അപ്പുറമോ. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇല്ല. ഉണ്ട്. ഇല്ല. ഓ ഇല്ലെന്ന് പല പ്രാവശ്യം വീണ്ടും പോയി ചെന്ന് വിളിച്ച് വരുത്തി പുള്ളിക്കാരത്തിനെ ഒരടി, വീണ്ടും ഒരൊറ്റ അടിയാ ഈ ഹസ്ബൻഡിൻ്റെ ചവിട്ടത്ത്. അത് കഴിഞ്ഞ് നേരെ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് വന്നു. നീ പൊയ്ക്കോ എന്നാണ് പറയുന്നത്. നീ ഇവിടെ നിന്ന് പൊയ്ക്കോ, എന്നെ കൊണ്ടും ദേഷ്യം പിടിപ്പിക്കില്ല എന്നാ പറയുന്നത് പുള്ളിക്കാരി. പൊയ്ക്കോ, കാണണ്ട, എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി വീണ്ടും. പുള്ളിക്കാരി വളരെ മാന്യമായിട്ട് പറയുന്നത്, ഇവിടെ നിൽക്കല്ലേ, നിന്ന് കഴിഞ്ഞാൽ സീൻ കോൺട്രേ ആവും. എൻ്റെ ഒറ്റളി ഇവരെയൊക്കെ ഒരു അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കണേ. ക്യാരക്ടറത് വിട്ട് പോകാനും പറ്റത്തില്ല. ഉള്ള അടി മൊത്തം മേടിച്ച് കൂട്ടണം. ആ ഒരൊറ്റ അടിയിൽ പുള്ളിക്കാരത്തി തെറിച്ച് ഫ്രെയിമിൻ്റെ വെളിയിലോട്ട് പോയി. ഡ്രൈവർ ആ പുള്ളിക്കാരത്തിനെ കൊണ്ടുവന്ന അനിതേനെ കൊണ്ടുവന്ന ആ ഡ്രൈവർ
പുള്ളിക്കാരത്തിനെ പെട്ടെന്ന് പിടിക്കാൻ പോകുന്നുണ്ട്. എന്താണെന്നല്ല അടി നല്ല ഏറ്റ അടിയായിരുന്നു. അപ്രത്യക്ഷമായ രീതിയിൽ പെട്ടെന്ന് കിട്ടിയതായതുകൊണ്ട് നല്ല രീതിയിൽ കിട്ടി ബോധിച്ചു. അത്രയല്ല, ഇടയ്ക്കിടയ്ക്ക് ഫ്രാൻസി ചേട്ടനും ഇട്ട് താങ്ങുന്നുണ്ട് കേട്ടോ. ആ പുള്ളിക്കാരനിട്ട് ഹസ്ബൻഡിനിട്ട് താങ്ങുന്നുണ്ട്. ആ നിനക്ക് നീ ഒരു കല്യാണം കഴിച്ചല്ലേ? കല്യാണം കഴിച്ചാ ഞാൻ എല്ലാം പറഞ്ഞതാ. അവളോട് രമ്യടുത്ത് ഞാൻ എല്ലാം അടിക്കല്ലേ അടിക്കല്ലേ നിന്റെ ജീവിതമില്ല. പുള്ളിക്കാരൻ പറയുമോ നീ എന്നെ അടിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന്. അപ്പോൾ എൻ്റെ ആ പുള്ളിക്കാരത്തിയുടെ ഒരു റിപ്ലൈ ഉണ്ട്, കേൾക്കണോ? കേട്ടോ? നീ അടിച്ചതിന് പ്രതികാരം ഞാൻ ചെയ്യും. ഇത് പ്രാങ്ക് ആണെന്ന് മനസ്സിലാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാൻസ് ചേട്ടനും ആ വന്ന ഓട്ടോ ഡ്രൈവറും കൂടെ ചെന്ന് അവരടുത്ത് പറയുന്നുണ്ട് ഇതൊരു പ്രാങ്കാണ്. അപ്പോൾ പ്രാങ്കാണെന്ന് പെട്ടെന്ന് അവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് പ്രാങ്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹസ്ബൻഡ് ഭാര്യനെ കെട്ടിപ്പിടിക്കുന്ന ഒരു പിടിയുണ്ട്. അതിൻ്റെ മനസ്സിൽ ഒരു അവസരം കിട്ടുമ്പം കാണിച്ചു തരാം ഞാൻ. കേട്ടാ, ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോഗ്രാമാണ് കേട്ടാ. പോട്ടെ. ഹലോ മച്ചാമാരെ, അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഈ പ്രാങ്ക് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതല്ല, പക്ഷേ ഞാൻ കാണുന്നതാണ് പ്രാങ്ക് വീഡിയോസൊക്കെ ഞാൻ കാണും. കൂടുതൽ നമ്മുടെ ഈ നേരത്തെ ഓ മൈ ഗോട്ടിൻ്റെ ഫാനായിരുന്നു. ഇപ്പോൾ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞ ചാനലും കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതും കാണുന്നുണ്ട്. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.